നമുക്ക് രണ്ട് തരം മനസ്സാണുള്ളത്. ഒന്ന് ബോധ മനസ്സ്, ഉപബോധ മനസ്സ്. നമുക്കറിയാം അതിൽ ബോധ മനസ്സ് വെറും 5%, ഉപബോധ മനസ്സ് 95% ഉണ്ട്. പക്ഷേ ഉപബോധ മനസ്സിനെ വർക്ക് ചെയ്തെടുക്കാൻ നമുക്ക് ഭയങ്കര പ്രയാസമല്ലേ? അതെ, അതാണ് എല്ലാവരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഉപബോധ മനസ്സ് വേറൊരു മനസ്സാണ് എന്നുള്ള തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ഉപബോധ മനസ്സ് നമുക്കെല്ലാം ഉണ്ട്. നമ്മളെല്ലാ ദിവസവും ശരിക്കും ഹിപ്നോട്ടിക് സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നുണ്ട്. നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലാണ്, വണ്ടി ഓടിക്കുമ്പോൾ അല്ലെങ്കിൽ ഈവൻ ഫോൺ നോക്കുമ്പോൾ, ഒരു ബുക്ക് വായിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ ഒരു കാര്യത്തിൽ പ്രത്യേകമായി ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ ഉപബോധ മനസ്സിൽ ആക്സസ് ആയി. അത് ഹിപ്നോട്ടിക് സ്റ്റേറ്റ് എന്ന് പറയും. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ഹിപ്നോസിസ് ആണ്. പിന്നെ നമ്മൾ ഒരു തെറാപ്പിക്കൊക്കെ വേണ്ടി വരുമ്പോൾ ഒരാളെ നമ്മൾ ബയോളജിക്കലി നടക്കുന്ന ഹിപ്നോസിസ് അല്ലാതെ നമ്മൾ ആർട്ടിഫിഷ്യലി ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകും. ഇതിനെയാണ് ഹിപ്നോട്ടിസം എന്ന് പറയുന്നത്. അപ്പോൾ ഉപബോധ മനസ്സിനെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ ചെറുപ്പം മുതലുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്കവിടെ ഉണ്ടാവും. എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്. ജനിച്ച കാലം തൊട്ടുള്ള ഓഫുണ്ട്. പിന്നെ ഇവൻ അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന സമയം തൊട്ടുള്ള ഇഷ്യൂസ് കയറിയിട്ടുണ്ടാവും. അതായിരിക്കും പിന്നീട് ഒരു സ്വഭാവമായിട്ട് മാറുക.